നമസ്കാരം മക്കളെ, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്ട്രിക്ട് ഓഫീസ് മാനുവൽ എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു 5-6 വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും ആ വീഡിയോസ് കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് പാസ്സാവാനുള്ള മാർക്ക്, അല്ലെങ്കിൽ ഏകദേശം ഒരു 60-70 മാർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് കറക്റ്റ് കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം ഇത് മാത്രം നമുക്ക് ഇത് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് എ കറണ്ട് ഫയൽ? ഒരു കറണ്ട് ഫയൽ എന്നാൽ എന്ത്? ഓപ്ഷൻ എ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ്, ഓപ്ഷൻ ബി കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂഡ്, ഓപ്ഷൻ സി പ്രൊസീഡിങ്സ് ഇഷ്യൂഡ്, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. കറണ്ട് ഫയൽ എന്താണെന്ന് വെച്ചാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ദ എബവ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പീരിയോഡിസിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് പേഴ്സണൽ രജിസ്ട്രേഷൻ കളക്ടറേറ്റ് ബൈ കളക്ടർ. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബൈ മന്ത്ലി ആണ്. എന്താണ് ബൈ മന്ത്ലി ആണ് ഇൻസ്പെക്ഷൻ ഓഫ് പേഴ്സണൽ രജിസ്ട്രേഷൻ കളക്ടറേറ്റ് ബൈ കളക്ടർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഓൾ പേപ്പേഴ്സ് കണ്ടെയ്നിങ് വാല്യൂബിൾസ് ആർ ടു ബി എൻറ്റേർഡ് ഇൻ ദ സെക്യൂരിറ്റി രജിസ്റ്റർ ആണ്. അപ്പോൾ സെക്യൂരിറ്റി രജിസ്റ്ററിലാണ് എന്താണ് വാല്യൂബിൾസിന്റെ, അതായത് ഓൾ പേപ്പേഴ്സ് കണ്ടെയ്നിങ് വാല്യൂബിൾസ് ആർ ടു ബി എൻറ്റേർഡ്, ഇതിനകത്താണ് വരുന്നത്, സെക്യൂരിറ്റി രജിസ്റ്ററിനകത്താണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ഇൻ കളക്ടറേറ്റ്? അതായത് കളക്ടറേറ്റിൽ റവന്യൂ ബിസിനസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ ആർക്കാണ് ചുമതല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ കോപ്പി സൂപ്രണ്ടിനാണ് അതിനുള്ള ചുമതല കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഗസറ്റ് റിസീവ്ഡ് ഇൻ ആൻ ഓഫീസ് ഈസ് ടു ബി സർക്കുലേറ്റഡ് എമംഗ് ദ ഹെഡ് ഓഫ് സെക്ഷൻ. അതായത് ഒരു ഓഫീസിൽ ഒരു ഗസറ്റ് റിസീവ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഹെഡ് ഓഫ് സെക്ഷനിൽ എന്താണ് അത് സർക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6, ഹു ഇസ് റെസ്പോൺസിബിൾ ടു എൻഷുർ ഡിസിപ്ലിൻ ഇൻ കളക്ടറേറ്റ്? അതാണ് ഓപ്ഷൻ സി, ഷെരിസ്താർ ആണ് വരുന്നത്. അപ്പോൾ ഷെരിസ്താർ ഈസ് റെസ്പോൺസിബിൾ ടു എൻഷുർ ഡിസിപ്ലിൻ ഇൻ കളക്ടറേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7, ഇമ്പോർട്ടന്റ് ഓർഡേഴ്സ് റിക്വയർഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ആർ ഫയൽ ഇൻ. അതായത് എന്താണ് ഇമ്പോർട്ടന്റ് ഓർഡേഴ്സ്, അതായത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി വരുന്ന ഇമ്പോർട്ടന്റ് ഓർഡേഴ്സ് ആർ എവിടെയാണ് ഫയൽ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റോക്ക് ഫയലാണ്. ഓപ്ഷൻ എ സ്റ്റോക്ക് ഫയലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8, ദ റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ടു ബി സെൻഡ് ടു കളക്ടർ ബൈ ദ RDO ഈസ് ഇൻ ദ ഡാഷ് ഫോം. ഏത് ഫോമിലാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ അപ്പൻഡിക്സ് ജി ഫോം ആണ്. അപ്പോൾ അപ്പൻഡിക്സ് ജി ഫോമിലാണ് റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ബി സെൻഡ് ബൈ ദ കളക്ടർ ടു ദ RDOs. അടുത്ത പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. KDS ഫയൽ ഈസ് ടു ബി റിട്ടേൺഡ് ഫോർ ഡാഷ് ഇയേഴ്സ്. KDS ഫയൽ എത്ര വർഷം റിട്ടേൺ ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്ഷൻ സി 3 വർഷമാണ്. അപ്പോൾ 3 വർഷമാണ് KDS ഫയൽ റിട്ടേൺ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10, വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഫോം 8 അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബി? അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ കാൾബുക്ക് രജിസ്റ്റർ ആണ് എന്താണ് ഫോം 8 അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബിക്കകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11, ഹു ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് അറ്റൻഡൻസ് രജിസ്റ്റർ ഇൻ കളക്ടറേറ്റ്? അപ്പോൾ കളക്ടറേറ്റിലെ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്, ഹുസൂർ ഷെരിസ്താർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഹു ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് സീൽഡ് ബാഗ് കണ്ടെയ്നിങ് റെക്കോർഡ് റൂം വേർ ദർ ഈസ് നോ പോലീസ് ഗാർഡ്? അപ്പോൾ പോലീസ് ഗാർഡ് ഇല്ലാത്തടുത്ത് എന്താണ് അവിടുത്തെ റെക്കോർഡ് റൂമിന്റെ കസ്റ്റോഡിയൻ ആരെന്ന് വെച്ചാൽ അവിടുത്തെ ആരാണ്, റെക്കോർഡ് കീപ്പർ ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ എ ഡിസ്പാച്ച് സ്റ്റാമ്പ് വിൽ ബി അഫിസ്ഡ് ഓൺ ഇഫ് ദർ ഈസ് ആൻ ഓഫീസ് കോപ്പി ഓഫ് ദ ഡിസ്പാച്ച് പേപ്പർ എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ഓഫീസ് കോപ്പിയാണ്. എന്താണ് വേറെ ഡിസ്പാച്ച് സ്റ്റാമ്പ് വിൽ ബി അഫിക്സ്ഡ് ഓൺ ഇഫ് ദർ ഈസ് ആൻ ഓഫീസ് കോപ്പി ടു ദ ഡിസ്പാച്ച് പേപ്പർ. അപ്പോൾ നമ്മളൊരു തപാലൊക്കെ അയക്കുമ്പോഴത്തേന് അതിന് ഓഫീസിൽ വെക്കുന്ന ഒരു ഇതിനെയാണ് ഓഫീസ് കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ 2 പ്രിപ്പയർ ചെയ്തിട്ട് ഒരെണ്ണം നമ്മൾ ഓഫീസിൽ വെക്കുകയും ചെയ്യും, ഒന്ന് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്, അതാണ് ഓഫീസ് കോപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14, വാട്ട് ഈസ് ദ ഡേറ്റ് ഫിക്സഡ് ഫോർ സബ്മിഷൻ ഓഫ് റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ബൈ എ ഡിവിഷണൽ ഓഫീസർ ടു ദ കളക്ടർ? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 10th ഓഫ് ദ മന്ത് ഓഫ് ഫോളോയിങ് ഹാഫ് ഇയർ ആണ്. അപ്പോൾ 10th ഓഫ് ദ മന്ത് ഓഫ് ഫോളോയിങ് ഹാഫ് ഇയറിലാണ് എന്താണ് ഡേറ്റ് ഫിക്സഡ് ഫോർ സബ്മിഷൻ ഓഫ് റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ബൈ എ ഡിവിഷണൽ ഓഫീസ് ടു ദ കളക്ടറേറ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ നോട്ട് മെയിൻറ്റെയിൻഡ് ഇൻ എ ഡെപ്യൂട്ടി തഹസിൽദാർ ഓഫീസ്? അതായത് ഈ പറയുന്നതിനകത്ത് ഏത് രജിസ്റ്ററാണ് എന്താണ് ഡെപ്യൂട്ടി തഹസിൽദാർ ഓഫീസിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ഫെയർ കോപ്പി രജിസ്റ്റർ ആണ്. ഫെയർ കോപ്പി രജിസ്റ്റർ എവിടെയാണ്? കളക്ടറേറ്റിൽ ഫെയർ കോപ്പി സൂപ്രണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് രജിസ്റ്റർ, പേഴ്സണൽ രജിസ്റ്റർ, പീരിയോഡിക്കൽ രജിസ്റ്റർ, ഓപ്ഷൻ ഡി ഫെയർ കോപ്പി രജിസ്റ്റർ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫെയർ കോപ്പി രജിസ്റ്റർ ആണ്. ഹു വിൽ സോർട്ട് ദ തപാൽസ് റിസീവ്ഡ് ഇൻ ദ സെക്ഷൻ വൈസ് വിത്ത് അസിസ്റ്റൻസ് ഓഫ് തപാൽ ക്ലർക്ക് എന്ന് വെച്ചാൽ ഷെരിസ്താർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടു ബി നോട്ടഡ് ഇൻ എ ഫെയർ കോപ്പി രജിസ്റ്റർ? ഈ പറയുന്നതിനകത്ത് എന്താണ് ഏതാണ് ഫെയർ കോപ്പി രജിസ്റ്ററിനകത്ത് നോട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ബൈ ക്ലർക്ക് ആണ്. അപ്പോൾ എന്താണ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ബൈ ക്ലർക്ക് ആണ്. അടുത്ത പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. അബ്സ്ട്രാക്ട് ഓഫ് പെൻഡിംഗ് ഫയൽസ് ഇൻ ഫോം 7 ഷുഡ് ബി പ്രിപ്പയർഡ് ഓൺ ഡാഷ് ഓഫ് എവരി മന്ത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ഫസ്റ്റ് ഓഫ് എവരി മന്ത് ആണ്. അപ്പോൾ അബ്സ്ട്രാക്ട് ഓഫ് പെൻഡിംഗ് ഫയൽസ് ഇൻ ദ ഫോം 7 ഷുഡ് ബി പ്രിപ്പയർ ഓൺ ഫസ്റ്റ് ഓഫ് എവരി മന്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ് പറയുന്നത്, റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ ഈസ് ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്. അപ്പോൾ റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ ഈസ് ഡിസ്ട്രോയിഡ് ആഫ്റ്റർ 3 ഇയേഴ്സ് ആണ്. അപ്പം 3 വർഷം കൂടുമ്പോഴാണ് എന്താണ് റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20, വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം 8B അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, പേപ്പർ സ്യൂട്ട് രജിസ്റ്റർ ആണ്. അപ്പോൾ പേപ്പർ സ്യൂട്ട് രജിസ്റ്റർ ആണ് എന്താണ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഫോം 8B അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21, വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം 15 ഓർ അപ്പൻഡിക്സ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സെക്യൂരിറ്റി രജിസ്റ്റർ ആണ്. അപ്പോൾ സെക്യൂരിറ്റി രജിസ്റ്റർ ആണ് ഫോം 15 അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബിയിൽ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത, ഹു വിൽ മെയിൻറ്റെയിൻ ദ കോൾ ബുക്ക് ഇൻ എ ഡെപ്യൂട്ടി തഹസിൽദാർ ഓഫീസ്? അതായത് ഡെപ്യൂട്ടി തഹസിൽദാർ ഓഫീസിൽ കാൾ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ ഹെഡ് ക്ലർക്ക് ആണ്. ഓപ്ഷൻ സി ഹെഡ് ക്ലർക്ക് ആണ്. അടുത്ത ഓപ്ഷൻ ക്വസ്റ്റ്യൻ 23 ആണ്. ദ ടൈറ്റിൽ ഓഫ് ദ ഫയൽ ആൻഡ് ദ എൻട്രി ഇൻ ദ കോളം 4 ഓഫ് ഡാഷ് രജിസ്റ്റർ വിൽ ബി ഐഡന്റിക്കൽ. പേഴ്സണൽ രജിസ്റ്റർ ആണ് അതിന്റെ ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി ആണ്. ദ ടൈറ്റിൽ ഓഫ് ദ ഫയൽ ആൻഡ് ദ എൻട്രി ഇൻ കോളം 4 ഓഫ് പേഴ്സണൽ രജിസ്റ്റർ വിൽ ബി ഐഡന്റിക്കൽ. Question number 24, in all correspondence the government is treated as dash.
അതായത് ഗവൺമെന്റ് എപ്പോഴും എന്താണ് പ്ലൂറൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഓൾ കറസ്പോണ്ടൻസ് ദ ഗവൺമെന്റ് ഈസ് ട്രീറ്റഡ് ആസ് പ്ലൂറൽ. അടുത്ത ക്വസ്റ്റ് നമ്പർ 25 ആണ് പറയുന്നത്. പേപ്പർ സ്യൂട്ട് രജിസ്റ്റർ ഈസ് ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്. പേപ്പർ സ്യൂട്ട് രജിസ്റ്റർ എന്താണ് 10 വർഷം കൂടുന്തോറും എന്താണ് അത് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കും. ക്വസ്റ്റ് നമ്പർ 26, ദ ഹിയറിംഗ് കാർഡ് വിൽ ബി കെപ്റ്റ് ഓൾവേസ് ഓൺ ദ ഡാഷ്. എന്താണ് ഹിയറിംഗ് കാർഡ് വിൽ ബി കെപ്റ്റ് ഓൾവേസ് ഓൺ ദ കളക്ടേഴ്സ് ടേബിൾ ആണ്. അപ്പോൾ കളക്ടേഴ്സ് ടേബിളിലാണ് എന്താണ് ഹിയറിംഗ് കാർഡ് കെപ്റ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ് നമ്പർ 27, ഹു വിൽ അറേഞ്ച് ദ പേപ്പേഴ്സ് സബ്മിറ്റഡ് ടു കളക്ടർ പ്രോപ്പർലി ഇൻ ഓഫീസ് ആൻഡ് ഇൻ ദ ക്യാമ്പ്. അത് ഓപ്ഷൻ എ ആണ്. ക്യാമ്പ് ക്ലർക്കാണ് എന്താണ് അത് അറേഞ്ച് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് പഞ്ചിങ് വിൽ ബി ഡൺ വിത്ത് ഡാഷ്. സെക്കൻഡ് പഞ്ചിങ് എന്താണ്? സെക്കൻഡ് പഞ്ചിങ് എപ്പോഴും ഡയമണ്ട് പഞ്ചിങ് ആണ്. അപ്പം സെക്കൻഡ് പഞ്ചിങ് വിൽ ബി ഡൺ വിത്ത് ഓപ്ഷൻ ബി എന്താണ് ഡയമണ്ട് പഞ്ചിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ് പറയുന്നത്. ഹു വിൽ പ്രിപ്പയർ ദ റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ഇൻ കളക്ടറേറ്റ്. നേരത്തെ പറഞ്ഞതാണ് ഫെയർ കോപ്പി സൂപ്രണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ രണ്ട് ട്രിപ്പ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഹു വിൽ പ്രിപ്പയർ ദ റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ഇൻ കളക്ടറേറ്റ് എന്ന് വെച്ചാൽ ഫെയർ കോപ്പി സൂപ്രണ്ടാണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെയിൻറ്റൈൻഡ് ഇൻ ദ ഫോം 6 അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. റഫറൻസ് സ്ലിപ്പാണ്. റഫറൻസ് സ്ലിപ്പ് ഈസ് മെയിൻറ്റൈൻഡ് ഇൻ ഫോം 6 ആൻഡ് അപ്പൻഡിക്സ് ബി. അടുത്ത, ഓൾ ദ സ്റ്റാമ്പ്സ് ഇൻ എ ഫയൽ ഈസ് ടു ബി സെൻഡ് ടു റെക്കോർഡ് റൂം വിൽ ബി പഞ്ച്ഡ് വിത്ത് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കുലർ പഞ്ചിങ് ആണ്. ഓൾ ദ സ്റ്റാമ്പ് ഇൻ എ ഫയൽ ടു ബി സെൻഡ് ടു റെക്കോർഡ് റൂം വിൽ ബി പഞ്ച്ഡ് വിത്ത് സ്റ്റാമ്പിനകത്ത് എന്താണ് സർക്കുലർ പഞ്ചിങ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ് നമ്പർ 32, എവരി ക്ലർക്ക് ഹു വിൽ ബി മാർക്ക്ഡ് വിത്ത് പീരിയോഡിക്കൽസ് നീഡ് ടു ബി മെയിൻറ്റൈൻഡ് ഡാഷ് രജിസ്റ്റർ. എന്താണ് പീരിയോഡിക്കൽ രജിസ്റ്റർ ആണ്. എവരി ക്ലർക്ക് ഹു വിൽ ബി മാർക്ക്ഡ് വിത്ത് പീരിയോഡിക്കൽസ് നീഡ് ടു ബി മെയിൻറ്റൈൻഡ് എന്താണ് പീരിയോഡിക്കൽ രജിസ്റ്റർ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ് നമ്പർ 33, ഇൻ എ ഫെയർ കോപ്പി രജിസ്റ്റർ വാട്ട് ദ ലെറ്റർ സി പ്രഫിക്സ്ഡ് ടു ഡേറ്റ് ഓഫ് അപ്രൂവൽ റെപ്രസെൻസ്. അതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡ്രാഫ്റ്റ് അപ്രൂവ്ഡ് ഇൻ ക്യാമ്പ് ആണ്. പിന്നെ ഫെയർ കോപ്പി രജിസ്റ്റർ വാട്ട് ദ ലെറ്റർ സി പ്രഫിക്സ്ഡ് ടു ഡേറ്റ് ഓഫ് അപ്രൂവൽ റെപ്രസെൻസ് എന്ന് വെച്ചാൽ ഡ്രാഫ്റ്റ് അപ്രൂവ്ഡ് ഇൻ ക്യാമ്പ് ആണ്. അടുത്ത, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കാൾ ബുക്ക് ടു ബി യൂസ് ഇൻ ആൻ ഓഫീസ്. ഒരു ഓഫീസിൽ എത്ര കാൾ ബുക്കാണ് മാക്സിമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, 1 ആണ്. 1. അടുത്ത ക്വസ്റ്റ് നമ്പർ 35, ഹൗ മെനി കോളംസ് ആർ ദെയർ ഇൻ എ രജിസ്റ്റർ ഓഫ് ന്യൂ കേസസ്. അപ്പോൾ എന്താണ് രജിസ്റ്റർ ഓഫ് ന്യൂ കേസസിൽ എത്ര കോളംസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ ബി 4 ആണ്. അടുത്ത ക്വസ്റ്റ് നമ്പർ 36, വാട്ട് ഈസ് ദ കളർ ഓഫ് ഫ്ലൈ ലീഫ് ഓഫ് കറണ്ട് ഫയൽ. അപ്പോൾ കറണ്ട് ഫയലിന്റെ ഫ്ലൈ ലീഫിന്റെ കളർ എന്താണെന്ന് വെച്ചാൽ ബ്ലൂ ആണ്. അപ്പം കറണ്ട് ഫയലിന്റെ എന്താണ് ബ്ലൂ ആണ്. ഓപ്ഷൻ എ ബ്ലൂ ആണ്. ക്വസ്റ്റ് നമ്പർ 37, ഹൗ മെനി ഡേയ്സ് ഓഫ് കാഷ്വൽ ലീവ് വിൽ ബി ഫോർഫീറ്റഡ് ടുവേഴ്സ് പെനാൽറ്റി ഫോർ 3 days ഓഫ് ലേറ്റ് അറ്റൻഡൻസ് വിതൗട്ട് പെർമിഷൻ. ഓപ്ഷൻ സി 1 day ആണ്. അപ്പോൾ എന്താണ് അതിനകത്ത് പറയുന്നത്, അതായത് ലേറ്റ് അറ്റൻഡൻസ് 3 ദിവസം അടുപ്പിച്ച് ലേറ്റ് അറ്റൻഡൻസ് വിതൗട്ട് പെർമിഷൻ ആണെങ്കിൽ ഒരു ദിവസത്തെ എന്താണ് കാഷ്വൽ ലീവ് പോകുന്നതാണ് ആ ക്വസ്റ്റൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വാട്ട് ഈസ് മീൻ ബൈ എസ് എൻ ഡിസ്. എസ് എൻ ഡിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡു നോട്ട് രജിസ്റ്റർ ബട്ട് റിട്ടേൺ ഇൻ ഒറിജിനൽ ആണ്. അപ്പോൾ എന്താണ് എസ് എൻ ഡിസ് മീനിങ് ആക്കുന്നത് ഡു നോട്ട് രജിസ്റ്റർ ബട്ട് റിട്ടേൺ ഇൻ ഒറിജിനൽ. അടുത്ത ക്വസ്റ്റ് നമ്പർ 39, സ്റ്റോക്ക് ഫയൽസ് ആർ ഡാഷ്. സ്റ്റോക്ക് ഫയൽസ് ആർ എന്താണ് ഓർഡേഴ്സ് ഫയലാണ്. സ്റ്റോക്ക് ഫയൽസ് ആർ ഡാഷ് എന്ന് വെച്ചാൽ ഓർഡേഴ്സ് ഫയലാണ്. ക്വസ്റ്റ് നമ്പർ 14, ആക്ഷൻ ഈസ് ടു ബി ടേക്കൺ ഓൺ എ പേപ്പർ വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഡേയ്സ് ഇൻക്ലൂസീവ് ഓഫ് ഹോളിഡേയ്സ്. അപ്പം ആക്ഷൻ ഈസ് ടു ബി ടേക്കൺ ഓൺ എ പേപ്പർ വിത്തിൻ എ പീരീഡ് ഓഫ് 5 days ഇൻക്ലൂസീവ് ഓഫ് ഹോളിഡേയ്സ് ആണ് വരുന്നത്. അടുത്ത, റെക്കോർഡ് റൂം ഈസ് ടു ബി ഇൻസ്പെക്ടഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ് ഇൻ എവരി ഏപ്രിൽ ആണ്. എന്താണ് റെക്കോർഡ് റൂം ഈസ് ടു ബി ഇൻസ്പെക്ടഡ് ബൈ ദ ഹെഡ് ഓഫ്, അതായത് ഒരു ഓഫീസിന്റെ ഹെഡ് എന്താണ് റെക്കോർഡ് റൂം എല്ലാ ഏപ്രിലും എന്താണ് അത് ഇൻസ്പെക്ട് ചെയ്യണമെന്നാണ് ഈ ക്വസ്റ്റിന്റെ മീനിങ്. അടുത്ത പറയുന്ന ക്വസ്റ്റ് നമ്പർ 42 ആണ്. എ പേപ്പർ സ്യൂട്ട് രജിസ്റ്റർ കണ്ടെയ്ൻസ് ഡാഷ് കോളംസ്. പേപ്പർ സ്യൂട്ട് രജിസ്റ്ററിനകത്ത് എത്ര കോളംസ് ഉണ്ടെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി എന്താണ് 7 കോളംസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ് നമ്പർ 43, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഹോണറബിൾ ഹൈക്കോർട്ട് ഈസ് അഡ്രസ്ഡ് ടു. ഓപ്ഷൻ ബി രജിസ്ട്രാർ ആണ്. എന്താണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഓഫ്, അതായത് ഹൈക്കോടതിയിൽ നിന്നൊക്കെ വരുന്ന ഒഫീഷ്യൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ടു ആർക്കാണ് വരുന്നത്. ഓപ്ഷൻ ബി രജിസ്ട്രാർ ആണ്, രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ് നമ്പർ 44, ഫെയർ കോപ്പി രജിസ്റ്റർ ഈസ് ഡിസ്ട്രോയ്ഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്. 3 years ആണ്. അപ്പോൾ ഫെയർ കോപ്പി രജിസ്റ്റർ എത്രയാണ് 3 വർഷം കൂടുമ്പോൾ എന്താണ് ഡിസ്ട്രോയ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ് നമ്പർ 45, ഡിഡിസ് ഫയൽ ഈസ് ടു ബി റിട്ടേൺഡ് ഫോർ ഡാഷ് ഇയേഴ്സ്. ഡിഡിസ് ഫയൽ എത്ര വർഷമാണ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 10 വർഷമാണ്. അപ്പോൾ ഡിഡിസ് ഫയൽ ഈസ് റിട്ടേൺഡ് ഫോർ 10 years ആണ്. അടുത്ത ക്വസ്റ്റ് നമ്പർ 46, വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ ഈസ് മെയിൻറ്റൈൻഡ് ഇൻ ദ ഫോം 11 അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബി എന്ന് ചോദിച്ചാൽ ഏതാണ് പീരിയോഡിക്കൽ രജിസ്റ്റർ ആണ്. പീരിയോഡിക്കൽ രജിസ്റ്റർ ആണ് എന്താണ് ഫോം 11 അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്തായി പറയുന്നത് ദ റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ടു ബി സെൻഡ് ടു ബോർഡ് ബൈ ദ കളക്ടർ ഈസ് ഇൻ ദ ഡാഷ് ഫോം. റവന്യൂ ബിസിനസ് റിപ്പോർട്ട് എന്താണ് ഏത് ഇപ്പം ഉദാഹരണത്തിന് റവന്യൂ ബിസിനസ് റിപ്പോർട്ട് സെൻഡ് ടു ബോർഡ് ബൈ ദ കളക്ടർ. അപ്പോൾ കളക്ടർ എന്താണ് ബോർഡിലേക്ക് അയക്കുന്ന റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ഏത് ഫോമിനകത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൻഡിക്സ് എഫ് ആണ്. അപ്പൻഡിക്സ് എഫ് ഫോമിലാണ്. ക്വസ്റ്റ് നമ്പർ 48, തപാൽ ബുക്ക് കണ്ടെയ്ൻസ് ഡാഷ് കോളംസ്. തപാൽ ബുക്കിൽ എത്രയാണ് 5 കോളംസ് ആണുള്ളത്. ഓപ്ഷൻ എ. ക്വസ്റ്റ് നമ്പർ 49, കോപ്പീസ് ഓഫ് പ്രൊസീഡിംഗ്സ് ഓൺ ഡിസിപ്ലിനറി കേസസ് അഗൈൻസ്റ്റ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് ഷുഡ് ബി സൈൻഡ് ബൈ ഹെഡ് ഓഫ് ദ ഓഫീസ്. ഇതാണ് ഇപ്പോൾ കോപ്പീസ് ഓഫ് പ്രൊസീഡിംഗ്സ് ഓൺ ഡിസിപ്ലിനറി കേസസ് അഗൈൻസ്റ്റ് സ്റ്റാഫ് മെമ്പേഴ്സ്, അതായത് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിസിപ്ലിനറി കേസസ് സൈൻ ചെയ്യുന്ന ആരാണ് ഹെഡ് ഓഫ് ദ ഓഫീസ് ആണ്. ക്വസ്റ്റ് നമ്പർ 15, അറ്റൻഡൻസ് ഹാസ് ടു ബി ക്ലോസ്ഡ് ഡെയിലി ആഫ്റ്റർ ഡാഷ് മിനിറ്റ്സ്. ഓപ്ഷൻ ഡി 10 minutes ആണ്. അപ്പം എന്താണ് അപ്പം അറ്റൻഡൻസ് ഹാസ് ടു ബി ക്ലോസ്ഡ് ഡെയിലി ആഫ്റ്റർ ഡാഷ് മിനിറ്റ് 10 minutes ആണ്. അപ്പം രാവിലെ 10-10 എന്താണ് അറ്റൻഡൻസ് ക്ലോസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ് നമ്പർ 51, കറണ്ട് ഒറിജിനേറ്റഡ് ഫ്രം ദ കളക്ടറേറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ്. എന്താണ് കറണ്ട് ഒറിജിനേറ്റഡ് ഫ്രം ദ കളക്ടറേറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ് എന്ന് വെച്ചാൽ ന്യൂ കേസ് ആണ്. ഓപ്ഷൻ ഡി ന്യൂ കേസ് ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 52 അരിയർ ലിസ്റ്റ് ഈസ് ഡിസ്ട്രോയ്ഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്. അരിയർ ലിസ്റ്റ് എന്താണ്? 3 വർഷം കൂടുന്നതോറും ഡിസ്ട്രോയ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 53 ഹു വിൽ നോട്ട് ദ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ഹിയറിംഗ് ഓൺ ഫയൽസ് ഓർഡർ ഫോർ പോസ്റ്റിംഗ് ബൈ ദ കളക്ടർ. ഓപ്ഷൻ ബി ഹെഡ് ഓഫ് ദ സെക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54 വേർ ദ വേർഡ് ഡ്രാഫ്റ്റ് സബ്മിറ്റഡ് വിത്ത് ഡേറ്റഡ് ഇനിഷ്യൽ വിൽ ബി നോട്ടഡ് എന്താണ്? അറ്റ് ദ ഫൂട്ട് ഓഫ് ദ നോട്ട്. വേർ ദ വേർഡ് ഡ്രാഫ്റ്റ് സബ്മിറ്റഡ് വിത്ത് ഡേറ്റഡ് ഇനിഷ്യൽ വിൽ ബി നോട്ടഡ്. ഓപ്ഷൻ എ എന്താണ്? അറ്റ് ദ ഫൂട്ട് ഓഫ് ദ നോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 55 കോപ്പി ആപ്ലിക്കേഷൻ രജിസ്റ്റർ ഈസ് ഡിസ്ട്രോയ്ഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്. 10 വർഷം കൂടുന്നതോറാണ് എന്താണ്? കോപ്പി ആപ്ലിക്കേഷൻ രജിസ്റ്റർ എന്താണ്? ഡിസ്ട്രോയ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 56 ആണ് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ ഈസ് മെയിൻറ്റൈൻഡ് ഇൻ ഫോം 7 ഓർ അപ്പൻഡിക്സ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി പെൻഡിംഗ് ലിസ്റ്റ് ആണ്. അപ്പോൾ പെൻഡിംഗ് ലിസ്റ്റ് രജിസ്റ്റർ ആണ് എന്താണ്? ഫോം 7 അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 57 ദ റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ടു ബി സെൻഡ് ടു ആർ ഡി ഒ ബൈ ദ തഹസിൽദാർ ഈസ് ഇൻ ദ ഡാഷ് ഫോം. ഇത് ഓപ്ഷൻ സി ആണ്. എന്താണ്? അപ്പൻഡിക്സ് എച്ച് ആണ്. ഈ റവന്യൂ ബിസിനസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരു പരീക്ഷയിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്താണ്? റവന്യൂ ബിസിനസ് റിപ്പോർട്ടുമായി സംബന്ധിച്ച് കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് തന്നെ ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യൻസ് റവന്യൂ ബിസിനസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് റവന്യൂ ബിസിനസ് റിപ്പോർട്ട് ടു ബി സെൻഡ് ടു ആർ ഡി ഒ ബൈ ദ തഹസിൽദാർ ഇൻ ദ ഏതാണ്? അപ്പൻഡിക്സ് എച്ച് ഫോം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 58 ആണ്. വേർ ദ റിപ്ലൈ ടു ദ ക്വസ്റ്റ്യൻ നോട്ടഡ് ബൈ ദ കളക്ടർ ഇൻ ദ മാർജിൻ വിൽ ബി സപ്ലൈഡ് ബൈ ദ സെക്ഷൻ. അതേതാണ്? ഓപ്ഷൻ സി ഇൻ കണ്ടിന്യൂഷൻ ടു ദ നോട്ടാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 59 ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് എ കറണ്ട് ബൈ ദ സെക്ഷൻ ഷുഡ് ബി നോട്ടഡ് ഇൻ തേർഡ് കോളം ഓഫ് പേഴ്സണൽ രജിസ്റ്റർ ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് എ കറണ്ട് ബൈ ദ സെക്ഷൻ ഷുഡ് ബി നോട്ടഡ് ഇൻ തേർഡ് കോളം ഓഫ് ദ പേഴ്സണൽ രജിസ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 റീസൺ ഫോർ റിജക്ഷൻ ഓഫ് എ പെറ്റീഷൻ ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ഡ്രാഫ്റ്റ് ഓർഡർ. അപ്പോൾ ഡ്രാഫ്റ്റ് ഓർഡറിനകത്ത് എന്താണ്? ഒരു റിജക്ഷൻ ഓഫ് പെറ്റീഷൻ ഷുഡ് ബി സ്പെസിഫൈ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 61 ഹു ഷുഡ് സീ ദാറ്റ് ദ ടൈപ്ഡ് പേപ്പേഴ്സ് വെർ റിസീവ്ഡ് ബാക്ക് ആഫ്റ്റർ ദ സൈൻ ഓഫ് ദ കളക്ടർ ആൻഡ് ദേ വെർ ഡിസ്പാച്ച്ഡ് ഡിലേ. അത് എന്താണ്? ഫെയർ കോപ്പി സൂപ്രണ്ട് ആണ്. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 62 അർജന്റ് കമ്മ്യൂണിക്കേഷൻസ് ടു ഗവൺമെന്റ് മസ്റ്റ് ബി സെൻഡ് ഇൻ ആൻ എൻവലപ്പ് മാർക്ക്ഡ് അർജന്റ്. അതായത് ഗവൺമെന്റിനുള്ള അർജന്റ് കമ്മ്യൂണിക്കേഷൻസ് എന്താണ്? നമ്മൾ കൊടുക്കുന്ന എൻവലപ്പിനകത്ത് അർജന്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 63 സെക്യൂരിറ്റി രജിസ്റ്റർ ഈസ് ഡിസ്ട്രോയ്ഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്. സെക്യൂരിറ്റി രജിസ്റ്റർ എത്ര വർഷം കൂടുന്നതോറാണ് ഡിസ്ട്രോയ് എന്ന് വെച്ചാൽ 10 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പർട്ടിക്കുലേഴ്സ് ഓഫ് വാല്യൂബിൾസ് എൻക്ലോസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ സച്ച് എ കോളം അപ്പിയേഴ്സ്. അത് ഓപ്ഷൻ എ സെക്യൂരിറ്റി രജിസ്റ്റർ ആണ്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് ഓഫ് വാല്യൂബിൾ എൻക്ലോസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ സച്ച് എ കോളം അപ്പിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി രജിസ്റ്റർ ആണ്. Question number 65 in which column of suit register the number and the date of the order sanctioning to prefer appeal shall be entered. അത് ഓപ്ഷൻ ബി ആണ്. 12th ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 66 to whom the clerk on leaving the office hand over updated copy of manual എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. സക്സസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 67 ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഷെരിസ്താർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഡാഷ് പാരഗ്രാഫ് ഓഫ് DOM. ഏതാണ്? 12th ആണ്. അപ്പോൾ ഷെരിസ്താറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഏതാണ്? 12th പാരഗ്രാഫിലാണ് DOM-ൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 68 ദ പേഴ്സൺ ഹു ഇസ് റെസ്പോൺസിബിൾ ടു സീ ദാറ്റ് ദ കളക്ടേഴ്സ് റൂം ഈസ് പ്രോപ്പർലി സെറ്റ് ആരാണ്? അത് ദഫേദാർ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ദഫേദാർ. ക്വസ്റ്റ്യൻ നമ്പർ 69 വിച്ച് ഈസ് ദ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ഷെരിസ്താർ ബൈ എ പിയോൺ റിപ്പോർട്ടിംഗ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് സ്മാൾ പോക്സ് ഇൻ ഹിസ് ഡ്വെല്ലിംഗ് പ്ലേസ്. അത് ഓപ്ഷൻ ഡി ആണ്. ടെലിഫോണിക് മെസ്സേജ് ആണ്. അപ്പോൾ എന്താണ്? വിച്ച് ഈസ് ദ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ഷെരിസ്താർ ബൈ എ പിയോൺ റിപ്പോർട്ടിംഗ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് സ്മാൾ പോക്സ് ഇൻ ഹിസ് ഡ്വെല്ലിംഗ് പ്ലേസ്. ഏത് മാർഗ്ഗം? ടെലിഫോണിക് മെസ്സേജ് ത്രൂ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 70 എ ക്ലർക്ക് പ്രൊസീഡിംഗ് ഓൺ കാഷ്വൽ ലീവ് നീഡ്സ് ടു ഹാൻഡ് ഓവർ ഓഫീസ് കീ ഇൻ ഹിസ് കസ്റ്റഡി ടു എന്താണ്? സെക്ഷൻ ഹെഡിനാണ് കൈമാറേണ്ടത്. ഓപ്ഷൻ ബി സെക്ഷൻ ഹെഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 71 റിട്ടേൺസ് ഡ്യൂ ഓൺ എ സൺഡേ വിൽ ബി സെൻഡ് ഓൺ എന്താണ്? ഓൺ ദ ഡേ ബിഫോർ സൺഡേ. അതായത് റിട്ടേൺസ് ഡ്യൂ ഓൺ എ സൺഡേ വിൽ ബി സെൻഡ് ഓൺ ഓപ്ഷൻ എ ഓൺ ദ ഡേ ബിഫോർ സൺഡേ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 72 ഹു ഇസ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് കാൾ ബുക്ക്. അപ്പം എന്താണ് പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് കാൾ ബുക്ക് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തപാൽ ക്ലർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 73 ന്യൂ കേസ് രജിസ്റ്റർ ഈസ് ഡിസ്ട്രോയ്ഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്. ന്യൂ കേസ് രജിസ്റ്റർ എന്താണ്? 5 വർഷം കൂടുന്നതോറും ഡിസ്ട്രോയ് ചെയ്യണം. ഓപ്ഷൻ ബി ആണ് 5 years. Question number 74 who is the person authorized to read the government gazette carefully and invite the attention of the collector on important matters എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ ഹെഡ്സ് ആണ്. ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 75 which of the following register is maintained in form 4 or appendix B. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഫെയർ കോപ്പി രജിസ്റ്റർ. അപ്പോൾ ഫെയർ കോപ്പി രജിസ്റ്റർ ആണ് എന്താണ്? മെയിൻറ്റൈൻഡ് ഇൻ ഫോം 4 ആൻഡ് appendix B എന്ന് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 76 what is the maximum number of call book to be used in an office. ഓപ്ഷൻ ഡി 1 ആണ്. ഈ ക്വസ്റ്റ്യൻ നേരത്തെ വന്നതാണ്. അപ്പോൾ കോൾ ബുക്സ് എന്താണ്? മാക്സിമം നമ്പർ ഓഫ് കോൾ ബുക്സ് യൂസ്ഡ് ഇൻ ഓഫീസ് 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 77 എ റിമൈൻഡർ ഈസ് ഇഷ്യൂഡ് ഫോർ എ റിട്ടേൺ വിച്ച് ഈസ് ഡ്യൂ ഓൺ ദാറ്റ് ഡേ വാസ് നോട്ട് റിസീവ്ഡ് ബൈ. അപ്പോൾ ഓപ്ഷൻ സി 2 PM ആണ്. അപ്പോൾ റിമൈൻഡർ ഇഷ്യൂഡ് ഫോർ എ റിട്ടേൺ വിച്ച് ഈസ് ഡ്യൂ ഓൺ ദാറ്റ് ഡേ വാസ് നോട്ട് സീൻ റിസീവ്ഡ് ബൈ എന്താണ്? 2 PM ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 78 പീരിയോഡിസിറ്റി ഓഫ് സബ്മിഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ലിസ്റ്റ് ഓഫ് കേസസ് ടു ബി പോസ്റ്റഡ് ഫോർ ഹിയറിംഗ് ബൈ ദ കളക്ടർ ഈസ് ആസ് ഓഫൻ ആസ് നെസസറി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് ക്വസ്റ്റ്യൻ നമ്പർ 79 ആൻ ഓർഡർ ബിക്കേം ഒബ്സലേറ്റ് ഈസ് ടു ബി ഡാഷ് എ സ്റ്റോക്ക് ഫയൽ. ഓപ്ഷൻ ഡി എന്താണ്? റിമൂവ്ഡ് ഫ്രം ദ സ്റ്റോക്ക് ഫയൽ. അപ്പോൾ അതിന് ഓർഡർ ബിക്കം ഒബ്സലേറ്റ്, അതായത് എന്താണ്? ഒബ്സലേറ്റ് അതിന്റെ കാലാവധി കഴിഞ്ഞാണെങ്കിൽ എന്താണ്? റിമൂവ്ഡ് ഫ്രം ദ സ്റ്റോക്ക് ഫയൽ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18 ഫയർ ബക്കറ്റ് കെപ്റ്റ് ഇൻ ആൻ ഓഫീസ് ഈസ് ടു ബി ഫിൽഡ് വിത്ത് ഡാഷ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബോത്ത് 1 and 2 സാൻഡും വാട്ടറും. അപ്പോൾ ഈ ഓഫീസിന്റെ അവിടെ വെച്ചിരിക്കുന്ന ഫയർ ബക്കറ്റിന് എന്താണ്? സാൻഡും വാട്ടറും ഫിൽ ചെയ്ത് വെക്കണം.
അടുത്ത ക്വസ്റ്റൻ നമ്പർ 81. ഇൻ എ കളക്ടറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് സെക്ഷൻ. അപ്പോൾ എന്താണ്, എല്ലാ സെക്ഷൻസിനും വേണ്ടി എന്താണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് എത്ര ഫയൽ വന്ന് എത്ര തപാൽ വന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഹൂ വിൽ പെർഫോം ദ ഡ്യൂട്ടീസ് ഇൻ താലൂക്ക് ഓഫീസ് ദാറ്റ് ഓഫ് ഷെരിസ്താർ ഇൻ കളക്ടറേറ്റ്. ഓപ്ഷൻ ബി ആണ്, HQ ബൈ തഹസിൽദാരാണ്. അടുത്തായി പറയുന്നത് ക്വസ്റ്റൻ നമ്പർ 83 ആണ്. വേർ ദ കളക്ടർ നോട്ട്സ് ദ റിമാർക്സ് ഓൺ ഇൻസ്പെക്ഷൻ ഓഫ് പേഴ്സണൽ രജിസ്റ്റർ. അത് ഇൻ ദ റണ്ണിംഗ് നോട്ടിലാണ്. അപ്പോൾ എന്താണ്, ഇൻ ദ റണ്ണിംഗ് നോട്ട് ദ കളക്ടർ നോട്ട് ദ റിമാർക്സ് ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് പേഴ്സണൽ രജിസ്റ്റർ. പേഴ്സണൽ രജിസ്റ്റർ ഇൻസ്പെക്ഷൻ്റെ എവിടെയാണ് ഇത് എന്ന് വെച്ചാൽ റണ്ണിംഗ് നോട്ടിലാണ് ഇത് എഴുതുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അത് ക്വസ്റ്റൻ നമ്പർ 84. ഇറക്ഷൻ ഓഫ് താച്ച്ഡ് ബിൽഡിംഗ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് ഡാഷ് യാർഡ്സ് ഓഫ് എ പെർമനന്റ് ഗവൺമെന്റ് ബിൽഡിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി 15 ആണ്. അപ്പോൾ എന്താണ്, ഇറക്ഷൻ ഓഫ് താച്ച്ഡ് ബിൽഡിംഗ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 15 യാർഡ്സ് ആണ് ഓഫ് പെർമനന്റ് ഗവൺമെന്റ് ബിൽഡിംഗ് ഈസ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 85 ആണ്. പീരിയോഡിക്കൽ രജിസ്റ്റർ ഈസ് ഡിസ്ട്രോയിഡ് ആഫ്റ്റർ എന്താണ് 10 വർഷമാണ്. 10 വർഷം കൂടുമ്പോഴാണ് എന്താണ് പീരിയോഡിക്കൽ രജിസ്റ്റർ ഡിസ്ട്രോയ് ചെയ്യുന്നത്. നേരത്തെ വന്നൊരു ക്വസ്റ്റൻ ആണ്. അടുത്ത RD's ഫയൽ ഈസ് ടു ബി റീറ്റെയിൻഡ് ഫോർ ഡാഷ് ഇയേഴ്സ്. RD's ഫയൽ എന്താണ് പെർമനന്റ്ലി ആണ്. അപ്പം RD's ഫയൽ എത്ര നാളെ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ അത് പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഫയലാണ് RD's ഫയൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഫോം 10 അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, അരിയർ ലിസ്റ്റ് ആണ്. അപ്പോൾ എന്താണ്, അരിയർ ലിസ്റ്റ് രജിസ്റ്റർ ആണ് എന്താണ് ഫോം 10 അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബിയിൽ കീപ്പ് ചെയ്യുന്നത്. അടുത്ത ഡിവിഷൻ ഓഫ് ഓഫീസ് ഇൻ ഡിഫറെന്റ് സെക്ഷൻസ് ആൻഡ് ഡ്രോയിങ് അപ്പ് ക്ലിയർ ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റ് ഫോർ ഈച്ച് സെക്ഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേഴ്സ് ദ ഡാഷ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് ടോട്ടൻഹാംസ് സിസ്റ്റം ആണ്. ടോട്ടൻഹാംസ് സിസ്റ്റം ആണ്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 89 ആണ്. ദ ഡിസ്പോസൽ കണ്ടെയ്നിങ് ഡിസിഷൻസ് ഓൾറെഡി ടേക്കൺ പുട്ട് ഫോർ റെഫറൻസ് ടു ഫ്രഷ് കേസസ് ഈസ് കാൾഡ് എന്താണ് ബാക്ക് ഫയൽ. അതായത് ദ ഡിസ്പോസൽ കണ്ടെയ്നിങ് ഡിസിഷൻസ് ഓൾറെഡി ടേക്കൺ പുട്ട് ഫോർ റെഫറൻസ് ടു ഫ്രഷ് കേസസ് ആണ് എന്താണ് ബാക്ക് ഫയൽ എന്നറിയപ്പെടുന്നത്. അത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 19. ഹൗ മെനി കോൾ ബുക്ക് ഷാൽ ബി മെയിൻറ്റെയിൻ ഇൻ എ കളക്ടറേറ്റ്. കളക്ടറേറ്റിൽ എത്ര കോൾ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ 1 ആണ്. 1. ഇതിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് കോൾ ബുക്കുമായി സംബന്ധിച്ച് വരുന്നത്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 91 ആണ് പറയുന്നത്. കോൾ ബുക്ക് ഈസ് ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്. കോൾ ബുക്ക് എത്ര വർഷം കൂടുമ്പോഴാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് വെച്ചാൽ 3 വർഷം കൂടുമ്പോഴാണ് എന്താണ് കോൾ ബുക്ക് ഡിസ്ട്രോയ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 92. 92ാമത്തെ ക്വസ്റ്റൻ ആണ് പറയുന്നത്. പേപ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ വിച്ച് ഓർഡർ ഇൻ ദ റെക്കോർഡ് റൂം. അത് ഓപ്ഷൻ ബി ആണ്, സബ്ജക്ട് വൈസ് ആണ്. അപ്പോൾ സബ്ജക്ട് വൈസിലാണ് എന്താണ് റെക്കോർഡ് റൂമിൽ പേപ്പേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 93 ആണ് പറയുന്നത്. റണ്ണിംഗ് നോട്ട് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. റണ്ണിംഗ് നോട്ട് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് 1 കലണ്ടർ ഇയർ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 94 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം എന്താണ് 11 അപ്പൻഡിക്സ് ബിയിൽ വരുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ന്യൂ കേസ് രജിസ്റ്റർ ആണ്. അപ്പോൾ എന്താണ് ഫോം 3 അല്ലെങ്കിൽ അപ്പൻഡിക്സ് ബിയിൽ ഏതാണ് ന്യൂ കേസ് രജിസ്റ്റർ ആണ് ഇത് ചെയ്യുന്നത്. ഇത് ക്വസ്റ്റൻ നമ്പർ 95 ആണ്. എനി ക്വസ്റ്റ്യൻസ് റേസ്ഡ് ഓൺ റണ്ണിംഗ് നോട്ട് ഫയൽ ഷുഡ് ബി റിപ്ലൈഡ് വിത്ത് എ പീരീഡ് ഓഫ് എന്താണ് 48 അവേഴ്സ് ആണ്. അതായത് നമ്മുടെ റണ്ണിംഗ് നോട്ട് ഫയലിനകത്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റേസ്ഡ് ആയി കഴിഞ്ഞാൽ അത് 48 മണിക്കൂറിനുള്ളിൽ എന്താണ് അതിന് റിപ്ലൈ കൊടുക്കണം. അടുത്ത ക്വസ്റ്റൻ നമ്പർ 96. വെൻ അരിയർ ലിസ്റ്റ് ഈസ് ടു ബി പ്രിപ്പയർഡ്. അരിയർ ലിസ്റ്റ് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? വെൻ അരിയർ ലിസ്റ്റ് ഈസ് ടു ബി പ്രിപ്പയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എവരി മന്ത് ആണ്. അപ്പം ഫസ്റ്റ് ഓഫ് എവരി മന്തിലാണ് അരിയർ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 97 ആണ്. 3 months ഓൾഡ് കറന്റ് വിൽ ബി എൻറ്റേഡ് ഇൻ ഡാഷ്. അരിയർ ലിസ്റ്റ് ആണ്. അപ്പോൾ 3 months ഓൾഡ് കറന്റ്സ് വിൽ ബി എൻറ്റേഡ് ഇൻ ദ അരിയർ ലിസ്റ്റിലാണ്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 98 ആണ്. കാഷ്വൽ ലീവ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് ഏതാണ് ഏൺഡ് ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, ഹാഫ് പേ ലീവ്, നൺ ഓഫ് ദ എബവ്. ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദ എബവ് ആണ് വരുന്നത്. അതായത് കാഷ്വൽ ലീവ് നമുക്ക് ഒന്നുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റൻ നമ്പർ 99. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് വിൽ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് റെക്കോർഡ് ഫയൽസ് എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്, നമ്പർ ആൻഡ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ 100ാമത്തെ ക്വസ്റ്റൻ ആണ്. ഹു ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് 1 സെറ്റ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് കീസ് ഓഫ് ഓഫീസ്. ഹെഡ് വാച്ച്മാൻ ആണ്. ഒരു ഓഫീസിന്റെ ഒരു സെറ്റ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് കീ ആർക്കാണ് കസ്റ്റഡിയൻ ആകുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് വാച്ച്മാൻ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള 4-5 പ്രീവിയസ് ക്വസ്റ്റൻസ് കൂടെ ഇനി ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് DOM എക്സാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സുകൾ കറക്റ്റ് കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാസ്സാകുമ്പോൾ 60-70 മാർക്ക് സുഖമായിട്ട് ഈ ക്വസ്റ്റൻസുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും നല്ലപോലെ പഠിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.